എല്ലാവർക്കും നമസ്കാരം. വീക്കിലി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റ് ഒരു അവധി ദിവസമായിരുന്നു. നമ്മളുടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട അവധിയായിരുന്നു നമ്മുടെ മാർക്കറ്റ്. ഈ അവധി കാരണം തന്നെ FISനെ പോലെയുള്ള വൻ ടീമുകളൊക്കെ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇവിടെ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമാണ് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ അത് കാണുവാനും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് നമ്മുടെ മാർക്കറ്റ് പോകുന്നത് കാണുവാനും സാധിച്ചു. അതായത് തുടക്കത്തിൽ ഒരു ദിവസം നല്ലൊരു ഫോളിലേക്ക് മാർക്കറ്റ് വന്നു അല്ലേ. അതിനുശേഷം എന്താണ്, മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്ത് ഒരേ റേഞ്ചിനകത്ത് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഇതിലേക്കൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഒന്ന് സംസാരിച്ചേക്കാം. ഇപ്പോൾ ഓപ്ഷനെ സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സെബി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എക്സ്പയറി ഡേറ്റിൽ ഒരുപാട് മാർജിൻ ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്ന ഒരു കണ്ടീഷനിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് അവർ പറഞ്ഞിരുന്നത്, ലോഡ് സൈസ് കൂട്ടും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നേരത്തെ നമ്മുടെ ലോഡ് സൈസ് എത്ര ആയിരുന്നു, നേരത്തെ 25 നമ്മുടെ ലോട്ട് എന്നത് അല്ലേ. ഇപ്പോൾ 25 നേരത്തെ ലോട്ടെങ്കിൽ ഇപ്പോൾ എത്രയാണത്? ഇപ്പോൾ 25 നമ്മളിപ്പോൾ എൻ്റർ ചെയ്താൽ എന്താ അവിടെ എഴുതി കാണിക്കുന്നത്? ഇവിടെ 75 ലോട്ടാണെന്ന് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ 75 ലോട്ടോ അതിന് മുകളിലോട്ടോ ഇനി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് നിഫ്റ്റിക്ക് 75 ലോട്ടാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ 75 ലോട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും സംഭവിക്കുന്നില്ല. വിഷയങ്ങൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 1, 2, 3 ലോട്ടൊക്കെ എടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ശരിയാണ്, ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നേരത്തെ നിങ്ങൾ ഒരു ലോട്ട് ടൈം കൗണ്ടർ ചെയ്യുമായിരുന്നു, നിങ്ങൾക്കൊരു 35,000 രൂപ മതിയെങ്കിൽ ഇപ്പോൾ അത് നേരെ ഒരു 90,000 രൂപ 95,000 രൂപ എന്ന റേഞ്ചിലേക്ക് അത് മാറിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു വന്ന വ്യത്യാസം. ശരിക്കും ചെറിയ എമൗണ്ട് ഒക്കെ ഇട്ട് ഈ ഗാംബ്ലിംഗ് ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ പോയി വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടി വെക്കുന്നു, ബൈ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വെറുതെ ഇവിടെ മാർക്കറ്റ് വരാം, ഒരു പക്ഷേ വന്നിരിക്കാം എന്ന രീതിയിലൊക്കെ ലോട്ടറി എടുക്കുന്ന രീതിയിൽ പോയി എടുത്ത് വെറുതെ പൈസ കളയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സെബി ഇങ്ങനെ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ഒരു ബിസിനസ് പോലെ ഇതിനെ കാണുന്ന ആളുകളെ തീർച്ചയായിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് നേരത്തെ എടുക്കാൻ സാധിക്കുന്ന ലോഡ് സൈസിനേക്കാൾ കൂടുതൽ ലോട്ടൊക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് പോലെ ഇതിനെ കാണുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരമുള്ള ഒരു രീതി തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് മാത്രമല്ല, FISനെ പോലെയുള്ള ടീമുകളൊക്കെ അവധിയായിരുന്നു അല്ലേ. ഇനി FIS ഒക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി തന്നെ ഇവിടെ വോളിയം കുറവാണ് നമ്മുടെ മാർക്കറ്റ് അല്ലേ. അതായത് മാർക്കറ്റ് എന്നാൽ ഓപ്ഷനിൽ കുറവാണ്. അതായത് എക്സ്പയറി ഡേറ്റിലൊക്കെ നല്ല മാർജിൻ ചോദിക്കുന്നത് കാരണം നമുക്ക് ആ ഒരു വോളിയത്തിന്റെ ഒരു കുറവ് ഇവിടെ അനുഭവപ്പെട്ട് ഒരുപാട് ആളുകൾ ഓപ്ഷനിൽ നിന്ന് മാറിയിട്ടുണ്ട്. വളരെ ചെറിയ എമൗണ്ട് ഒക്കെ ഇട്ട് ചെയ്യുന്ന ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലോഡ് സൈസ് കൂടി കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ആളുകൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സീരിയസ് ആയിട്ട് ഓപ്ഷനെ സമീപിക്കുന്ന ആളുകളായിരിക്കും ഇനി മാർക്കറ്റ് ഉണ്ടാവുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FIS ഒക്കെ ഇനി തിരികെ വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിന്റെ സ്വഭാവം ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കിനി മുന്നോട്ടുള്ള ദിവസങ്ങളിലെ പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വോളറ്റിലിറ്റിക്കൊക്കെ ഒരു അല്പം ശമനം വരും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. കാരണം ഈ മാർക്കറ്റിലുള്ള മാറ്റങ്ങൾ കാരണമാണ് ഏറെക്കുറെ വലിയ വോളറ്റിലിറ്റിക്ക് ഉണ്ടായത് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിനെ കുറച്ച് ആഴ്ചകൾ കൂടി ഒന്ന് വാച്ച് ചെയ്താൽ അതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാവും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്ന ആളുകൾ ഓപ്ഷനെ കുറിച്ച് പഠിച്ച് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഓപ്ഷനെ നന്നായി മനസ്സിലാക്കി ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ സിസ്റ്റം ട്രേഡ് നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ശരിക്കും ഇപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾ പഠിക്കാതെ വെറുതെ വന്ന് എന്തെങ്കിലും ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു പരാജയം ഉറപ്പാണ്. കാരണം നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും എന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ മുൻകൂട്ടി ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞു വേണം ഇനി ഓപ്ഷനെ സമീപിക്കാൻ. വളരെ ശ്രദ്ധയോടെ തന്നെ ഓപ്ഷൻ ശ്രമിക്കുക, കാര്യങ്ങൾ പഠിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അത് തന്നെയാണ് ഞങ്ങൾ നടത്തുന്ന ഓപ്ഷൻ കോഴ്സിൽ ഞങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ഓപ്ഷൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം ഞങ്ങളുടെ ഓപ്ഷൻ കോഴ്സിനുള്ള ഓഫർ കൊടുത്തിരുന്നു. 100 കണക്കിന് ആളുകളാണ് ആ 2 ദിവസം ഞങ്ങളുടെ കോഴ്സിലേക്ക് വരികയും ചെയ്തത്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് സഹായകരമായിട്ടുണ്ട് ഈ ഒരു ഓപ്ഷൻ കോഴ്സ് എന്നത്. മലയാളത്തിൽ വളരെ ലളിതമായിട്ട് പഠിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇതിന് സമയ ലിമിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഏത് സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നതുമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് സമയ ലിമിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. സപ്പോർട്ട് എന്നാൽ ഈ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്കിനി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പോയി നോക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം പറയുമ്പോൾ FISന്റെ ഒരു കടന്നുകയറ്റം കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റ് ഇല്ലാത്തത് കാരണം മാർക്കറ്റ് നല്ലൊരു കൺസോൾട്ടേഷനിലോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചത്. ഇനി വരും ദിവസങ്ങളിലൊക്കെ
തീർച്ചയായിട്ടും FIS ഒക്കെ ഇവിടേക്ക് പതുക്കെ വരികയായിരിക്കും. അവരുടെ അവധിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ തിരികെ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനിപ്പോൾ നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. 1 ഡേ ചാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു, ആദ്യ ദിവസങ്ങളിൽ നല്ല രീതിയിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഒരേ റേഞ്ചിൽ തുടർച്ചയായിട്ട് 4 ദിവസം നിന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഒരേ സ്വഭാവത്തിലല്ല യാത്ര ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. മുന്നേ ഉള്ള ഒരു കാലഘട്ടം തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. കുറച്ച് പിന്നിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നോക്കൂ, നിഫ്റ്റിയൊക്കെ മുൻ കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാലും നിഫ്റ്റി ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ ഒരു റാലി മുകളിലേക്ക് നടത്തുന്നു. അതിനുശേഷം ഒരു കറക്ഷൻ താഴേക്ക് നടത്തുന്നു. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് ചെന്ന ശേഷം കുറേ നാൾ സംഭവിച്ച ഒരു കാര്യമായിരുന്നു തുടർച്ചയായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ എന്ന രീതി. കണ്ടില്ലേ, ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷനിലേക്ക് നിഫ്റ്റി നീങ്ങുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്നാൽ കൂടുതൽ സമയം മാർക്കറ്റ് കൺസോൾട്ടേഷൻ മോഡിലായിരിക്കും കാണുവാൻ സാധിക്കുക. മാർക്കറ്റ് ശരിയാണ്, നല്ലൊരു അപ്പ് മൂവ് ഉണ്ടാവാം, നല്ലൊരു കറക്ഷൻ താഴേക്കുണ്ടാവാം, പക്ഷേ കൺസോൾട്ടേഷൻ എന്നത് വളരെ കൂടുതൽ ടൈം നീണ്ടു നിൽക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ കൺസോൾട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? വെറുതെ ഒരു 50-100 പോയിന്റ് അകത്ത് ഇങ്ങനെ നിൽക്കും എന്നല്ല ഉദ്ദേശിക്കേണ്ടത്. നമ്മളൊരു റേഞ്ച് നോക്കണം. അതായത് ഒരു 2500 പോയിന്റിനകത്ത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനകത്ത് കുറേ നാൾ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നു. മനസ്സിലായില്ല? ആ 2500 പോയിന്റ് അകത്തുള്ള ആ ഒരു ഓട്ടമാണ് മാർക്കറ്റ് പലപ്പോഴും നടത്തുന്നത് എന്ന രീതിയിൽ ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയൊരു നേട്ടം അവിടെ ലഭിക്കുവാൻ പോകുന്നില്ല, അല്ലേ? മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോങ് ഇൻവെസ്റ്റിംഗ് എന്ന രീതി പരിഗണിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലൊക്കെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടേക്ക് മുകളിലേക്ക് മാർക്കറ്റ് വന്നു, ഈ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റ് ചെയ്ത് താഴേക്ക് വന്നു. ഈ ഒരു സമയത്തൊക്കെ വിറ്റ് പേടിച്ച് കളയുകയാണ് പലരും. ഇത് മാത്രമല്ല, മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി കുറേ നാൾ ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് നിന്നു. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നും വാങ്ങിയ ആളാണ്, മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങിയ ആളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കറക്ഷൻ വരുന്നു. നിങ്ങൾ ഭയക്കും, വീണ്ടും ചെറുതായിട്ട് മാർക്കറ്റ് കയറിയെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിച്ച ആൾ നഷ്ടത്തിലായിരിക്കും, അല്ലേ? കുറേ നാൾ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് കാണുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നഷ്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന രീതിയാണ് പലരും കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ലോങ് ഇൻവെസ്റ്റർ എന്ന രീതി ആയിരുന്നെങ്കിലോ, നിങ്ങൾ കണ്ണടച്ചിട്ടിരുന്നുവെങ്കിൽ നോക്കൂ, മാർക്കറ്റ് പിന്നെ എവിടേക്കാണ് പോയിരിക്കുന്നത്? എവിടേക്കോ മുകളിലേക്ക് പോയിരിക്കുന്നു, വളരെ ഹൈയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഹോൾഡ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് ആലോചിക്കുക. എപ്പോഴും നമ്മൾ ലോങ് ഇൻവെസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മാർക്കറ്റ് ഒരു നല്ലൊരു റാലി നടത്തിയ ശേഷം കുറച്ച് നാൾ ഒരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്ന് സാരം. അപ്പോൾ മാർക്കറ്റ് കുറച്ച് നാളായിട്ട് നോക്കൂ, നല്ല രീതിയിലുള്ള ഒരു ട്രാവലായിരുന്നു ഇവിടെ നടത്തിയിരുന്നത്, അല്ലേ? അതിനുശേഷം എന്താണ്, ഒരു പക്ഷേ മാർക്കറ്റ് ഇനി ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൺസോൾട്ടേഷൻ എന്നാൽ ഞാൻ പറഞ്ഞു, റേഞ്ചുകൾ ശരിയാണ്, ഒരു 2000-3000 പോയിന്റ് അകത്തായിരിക്കും, അല്ലെങ്കിൽ 2000-2500 പോയിന്റ് അകത്തായിരിക്കാം. പക്ഷെ മാർക്കറ്റ് ആ ഒരു റേഞ്ചിനകത്ത് നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ നിന്ന്. അതൊരു ലോങ് ടൈം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് വീക്കിലി അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റ് കാണാമെന്ന് വ്യക്തമായിട്ട് നമുക്ക് പോയി നോക്കാം. വീക്കിലി അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് തുടർച്ചയായിട്ട് 4 ദിവസമായിട്ട് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, അല്ലേ? അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോയി നല്ലൊരു കറക്ഷൻ രേഖപ്പെടുത്തി 200 മൂവിംഗ് ആവറേജിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴേക്ക് വന്ന് 200 മൂവിംഗ് ആവറേജിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്, അല്ലേ? ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാൻ ചാർട്ടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും വരച്ചിട്ടില്ല, ജസ്റ്റ് ഒരു 200 മൂവിംഗ് ആവറേജ് മാത്രമാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുള്ളിഷ് സ്വഭാവത്തിലാണോ, ബെയറിഷ് സ്വഭാവത്തിലാണോ? തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും ശരിയാണ്, 200 മൂവിംഗ് ആവറേജിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നു. പക്ഷെ മാർക്കറ്റ് ശരിക്കും ആ ഒരു ബെയറിഷ് സ്വഭാവത്തിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ബെയറിഷ് ആണോ? ഇപ്പോഴുള്ള ശരിക്കുള്ള കണ്ടീഷൻ എന്നാൽ മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷനിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇൻഡിസിഷൻ വിത്ത് നെഗറ്റീവ് ബയസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വാക്ക് എന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന മാർക്കറ്റ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എവിടെ ബ്രേക്ക് ഔട്ട് നടത്തുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് നമ്മളുടെ നേരത്തെയുള്ള ചാനൽ വരച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഓൾറെഡി 200 മൂവിംഗ് ആവറേജിന്റെ ബലത്തിലാണ് ഈ മാർക്കറ്റ്, അതായത് നിഫ്റ്റി ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതിനുശേഷമോ നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു ചാനലിനെ ബ്രേക്ക് ചെയ്യുക എന്നതാണ് വളരെ ഇമ്പോർട്ടന്റ്. ശരിക്കും പറയുകയാണെങ്കിൽ 23,500 എന്ന നമുക്ക് ഒറ്റയടിക്ക് എടുത്തങ്ങ് പറയാം. 23,500 എന്ന ഈ ഒരു ലെവല് മാർക്കറ്റ് ശക്തമായ മൊമെന്റത്തിൽ ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയിൽ അത്ര സുഖകരമല്ലാത്ത കണ്ടീഷൻ ആയിരിക്കും. ഷോർട്ട് ടൈം ഉള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഉള്ള അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മൾ അല്ലാതെ ലോങ് ടൈം ഫ്രെയിമിലേക്കുള്ള ഒരു ലോങ് ഓപ്ഷൻ എന്ന രീതി അല്ലെങ്കിൽ ലോങ് ഇൻവെസ്റ്റ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത് നോക്കേണ്ട
പേടിക്കേണ്ട കാര്യമില്ല. ലോങ് ഇൻവെസ്റ്റ് എന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ ഇതൊരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ വീക്കിലി മന്ത്ലി രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ബെയറിഷ് ടെറിട്ടറിയിലാണ് എന്ന് നമുക്ക് പറയാനും സാധിക്കുന്നുണ്ട്. ഇനി മാർക്കറ്റ് ഇവിടെ നിന്നും ബുള്ളിഷ് രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബെയറിഷിന്റെ സ്വഭാവം മാറുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. ബുള്ളിഷ് രീതി എന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരു ബെയറിഷിന്റെ ആ ഒരു പവർ കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് എവിടെ പറയാൻ സാധിക്കും? തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിന്റെ ഈ ഒരു മധ്യഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ലൈൻ ഇല്ലേ, ഈ ഒരു ഡോട്ട് ആയിട്ടുള്ള ലൈൻ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. 24,200 എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റേഞ്ചാണ്. 200-ന് മുകളിൽ മൊമെന്റത്തിൽ പോയി ക്ലോസ് ചെയ്യുന്നു എങ്കിൽ മാർക്കറ്റിൽ ആ ഒരു വലിയ ഒരു കറക്ഷനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഒരു ബെയറിഷ് രീതിക്കുള്ള സാധ്യത അല്പം കുറയുന്നു എന്ന് കാണാം. അത് ഒരു ചെറിയൊരു കൺസോൾട്ടേഷനിലോട്ട് വീണ്ടും മാർക്കറ്റ് പോവുകയാണോ ഷോർട്ട് ടൈമിലും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം മാർക്കറ്റിൽ നടന്നു കഴിഞ്ഞു അല്ലേ? എന്തായിരുന്നു നേരത്തെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രം, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഓൾറെഡി രൂപപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ട് എടുത്തു, മുകളിലേക്ക് പോയി, നമ്മുടെ ചാനൽ ടച്ച് ചെയ്തു, ഹെഡ് ആൻഡ് ഷോൾഡറിൽ ആ ഷോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് എവിടേക്ക് വന്നിരിക്കുന്നു? നമ്മുടെ 200 മൂവിംഗ് ആവറേജ് സപ്പോർട്ട് എടുത്തിരിക്കുന്നു. സപ്പോർട്ട് എടുത്തെങ്കിലും ശരിക്കും നിങ്ങളൊരു കാര്യം കൂടി ഓർക്കുക, നമ്മുടെ ചാനലിൽ വന്ന് സപ്പോർട്ടൊന്നും എടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ചാനൽ എന്നത് 23,500 എന്ന റേഞ്ചാണ് എന്നത് പ്രത്യേകം ഓർക്കുക. ആ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഇനി വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് വരുമോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും നോക്കുക. ഇനി അതല്ല 200 മൂവിംഗ് ആവറേജ് സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് ചെറിയൊരു ഷോർട്ട് കവറിംഗ് മുകളിലേക്ക് നടത്തൂ എന്ന് നോക്കുക. ഷോർട്ട് കവറിംഗ് നടത്തി കഴിഞ്ഞാൽ 24,200 എന്ന റേഞ്ച് വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് അത് പ്രവർത്തിക്കും. ആ ഒരു ഏരിയ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നതും നിങ്ങൾ നോക്കുക. അപ്പോൾ നിലവിൽ ഈ ഒരു പാറ്റേൺ വെച്ച് ബെയറിഷ് രീതിയിലേക്ക് സ്വാഭാവികമായിട്ടും വരേണ്ട ഒരു മാർക്കറ്റാണ്. അതല്ല മാർക്കറ്റിൽ എന്തെങ്കിലും ന്യൂസ് സംബന്ധമായ പോസിറ്റീവ് രീതികൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് 24,200 എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റേഞ്ച് ആണ്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. താഴേക്ക് വന്നാൽ 23,500 എന്ന റേഞ്ച് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ വീക്കിലിയാണ് മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണിക്കാണ് നമ്മൾ മാർക്കറ്റിന്റെ ഈ ഒരു വീക്കിലി റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ബാംഗ്ലൂർ വരെ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇനി വരും ആഴ്ചകളെല്ലാം കറക്റ്റ് 10 മണിക്ക്, അതായത് ശനിയാഴ്ച 10 മണിക്ക് തന്നെ നമ്മുടെ ഒരു മാർക്കറ്റ് റിപ്പോർട്ട്, അതായത് വീക്കിലി മാർക്കറ്റ് റിപ്പോർട്ട് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി ഈ കാര്യത്തിലേക്ക് വരാം. നോക്കൂ, നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ തന്നെ നമുക്ക് എടുത്തു നോക്കാം. മാർക്കറ്റ് പരമാവധി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസവും നടന്ന കഥ ഇത് തന്നെയാണ് അല്ലേ? മാർക്കറ്റ് പരമാവധി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, മാർക്കറ്റിനെ സെല്ല് ചെയ്ത് താഴേക്ക് ഇടുന്നു, വീണ്ടും മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു, താഴേക്ക് ഇടുന്നു. ഇത് തന്നെയാണ് തുടർച്ചയായിട്ട് ദിവസങ്ങളിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നടന്നതും ഇത് തന്നെയാണ്. മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അത് 24,000 അടുത്തേക്ക് വരുമ്പോൾ തന്നെ അത് സെല്ല് ചെയ്ത് താഴേക്ക് ഇടാനുള്ള ഒരു ടെൻഡൻസിയാണ് മാർക്കറ്റിൽ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ ആ ഒരു ബെയറിഷ് സ്വഭാവം ഇവിടെ നിലനിൽക്കുന്നു നിലവിലെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മളത് വീക്കിലി ക്യാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നോക്കൂ, വ്യക്തമാണ്. അതായത് നല്ലൊരു ബെയറിഷ് രീതിയിലുള്ള ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും നമുക്ക് അറിയാം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിലവിലും നമ്മുടെ ക്യാൻഡിൽ നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. പക്ഷേ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് വീക്കിലി ഇവിടെ വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇൻഡിസിഷൻ എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നോക്കേണ്ടത് ഈ ബ്രേക്ക് ഔട്ട് എവിടെ നടക്കും എന്നതാണ്. താഴേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് എങ്കിൽ ബെയറിഷിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ല ഇനി മുകളിലേക്ക് ഞാൻ പറഞ്ഞ 24,200 ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബെയറിഷിന്റെ പവർ കുറയുന്നു. അതൊരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ മാർക്കറ്റിന്റെ സ്വഭാവം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത് എന്താണ്? തീർച്ചയായിട്ടും നമുക്കിവിടെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് ഒന്ന് പോയി നോക്കാം. നോക്കൂ, ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ വീക്കിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് ഉള്ളത്. സത്യം തന്നെയാണത്. പക്ഷേ അത് വൺ ഡേ ക്യാൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ മാറ്റമൊക്കെ അവിടെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റി ഇവിടെ 200 മൂവിംഗ് ആവറേജിന് വളരെ മുകളിലാണ്. ഇനി മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇവിടെ 200 മൂവിംഗ് ആവറേജിന്റെ സപ്പോർട്ട് ഇവിടെ ഉണ്ട് എന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിലോ, നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കൂ, 200 മൂവിംഗ് ആവറേജ്, അതായത് ബാങ്ക് നിഫ്റ്റി ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് 200 മൂവിംഗ് ആവറേജിന്റെ അടുത്തേക്ക് ബാങ്ക് നിഫ്റ്റി വന്നാൽ തീർച്ചയായിട്ടും നിഫ്റ്റി എന്തായിരിക്കും സംഭവിക്കുക? നിഫ്റ്റിയിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ 200 മൂവിംഗ് ആവറേജും ബ്രേക്ക് ചെയ്ത് നമ്മുടെ പ്രധാനപ്പെട്ട 23,500 ബ്രേക്ക് ചെയ്ത് വന്ന് നിൽക്കുന്ന ഒരു കണ്ടീഷനിലേക്കൊക്കെ ചിലപ്പോൾ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിലേക്ക് വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് അത്ര രസകരമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കില്ല ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളെന്ന് തീർച്ചയാണ്.
ബാങ്ക് നിഫ്റ്റി ഒരുപക്ഷെ ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് മുകളിലേക്കൊക്കെ പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിക്ക് അത് ഗുണമാവും. ഇനി അതല്ല, നേരെ താഴേക്ക് വന്ന് 200 മൂവിംഗ് ആവറേജിനടുത്തേക്ക് ബാങ്ക് നിഫ്റ്റി കൂടി വരികയാണെങ്കിൽ നിഫ്റ്റിയെ അത് സാരമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല എന്ന് പ്രത്യേകം ഓർക്കുക. പക്ഷേ നമുക്ക് ചില പ്രതീക്ഷകൾ നൽകുന്ന ചില കാര്യങ്ങൾ കൂടി ഇവിടെ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതെന്താണ്? നേരെ നമുക്ക് ഇന്ത്യ വിക്സിന്റെ കേസിലേക്ക് ഒന്ന് വരാം. ഇന്ത്യ വിക്സിന്റെ കേസിലേക്ക് വന്നത് നോക്കൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഇന്നലെ 5.68 ഒരു 6% കൂട്ടിക്കോളൂ, 6%-നടുത്തൊരു കറക്ഷൻ ഇന്ത്യ വിക്സിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇന്ത്യ വിക്സിന്റെ കഥയും അതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റിന്റെ കഥയും കൂടെ നോക്കുമ്പോൾ ഒട്ടും അങ്ങോട്ട് യോജിക്കുന്നില്ല. അതായത് ഇന്ത്യ വിക്സ് വളരെയധികം താഴുക എന്നാൽ മാർക്കറ്റിൽ ആ ഒരു പ്രശ്നകരമായ അവസ്ഥ അല്പം കുറയുന്നു എന്നാണ് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നത്, അല്ലേ? അപ്പോൾ ഇന്ത്യ വിക്സ് താഴ്ന്നിരിക്കുന്നു, പക്ഷേ മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് രീതി നിലനിൽക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ വിക്സ് മാത്രം നമുക്ക് അല്പം സപ്പോർട്ട് നൽകി നിൽക്കുന്നുണ്ട്. മാർക്കറ്റ് ഒരു വലിയ കറക്ഷനിലോട്ട് പോകില്ല എന്ന് നമുക്കൊരു സൂചനകൾ നൽകി ഇവിടെ ഇന്ത്യ വിക്സ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഒരു അല്പം കൺസോൾട്ടേഷൻ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നിരുന്നാലും മാർക്കറ്റിന്റെ സ്വഭാവം മാറുകയാണ് എങ്കിൽ അതിന്റെ സപ്പോർട്ട് എന്നത് 23,500, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 24,200 എന്ന് പറയാൻ കാരണം തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ ഈ റേഞ്ചുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അല്പം ആശ്വാസം നൽകുന്നത് ഇന്ത്യ വിക്സിന്റെ ഈ ഒരു കറക്ഷൻ ആണ് എന്നും കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നേരെ നമ്മൾ USD INR പോയാലോ? USD INR പോയി കഴിഞ്ഞാലും നോക്കൂ, നല്ല രീതിയിൽ അതായത് 85-80 എന്ന റേഞ്ചിലേക്കൊക്കെ നമ്മൾ ഒരു ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ അവസ്ഥ പോയിരുന്നു. ശരിക്കും നമ്മളുടെ ഡോളറിനെതിരെ നമ്മളുടെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു വില നല്ല രീതിയിൽ ഇടിയുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ FISനെ പോലെയുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ രാജ്യത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. FIS ഒക്കെ തുടർച്ചയായിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. US ഗവൺമെന്റ് ബോണ്ട് ഈൽഡ് നല്ല രീതിയിൽ ഉയർന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം ഇക്വിറ്റീസിൽ നിന്നും ആളുകളെല്ലാം മാറിക്കൊണ്ട് അത് സേഫ് ആയിട്ടുള്ള ഗവൺമെന്റ് ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാലും അത്ര സുഖകരമല്ലാത്ത രീതിയാണ് കാണുവാൻ സാധിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് അമേരിക്കൻ മാർക്കറ്റൊക്കെ ഓഫാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കൂ, അതിന്റെ ഫ്യൂച്ചർ പക്ഷേ ട്രേഡ് ചെയ്യുന്നുണ്ട്. US മാർക്കറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതും നല്ലൊരു കറക്ഷൻ ആയിരുന്നു. ഇവിടെ നാസ്ഡാക്കിന്റെ ഫ്യൂച്ചറൊക്കെ 300 പോയിന്റ് മുകളിലും അതുപോലെ തന്നെ ഡൗ ജോൺസിന്റെ ഫ്യൂച്ചറും 300 പോയിന്റിന് മുകളിലുള്ള കറക്ഷൻ രേഖപ്പെടുത്തിയായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ US മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാലും അവിടെയും ഒരു ബെയറിഷ് രീതി നിലനിൽക്കുന്നു നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ NSEയുടെ സൈറ്റിലേക്ക് വന്ന ശേഷം ഇവിടെ നിഫ്റ്റിയിൽ OA ബിൽഡപ്പ് നോക്കാം. നമുക്ക് OA ബിൽഡപ്പിലേക്ക് വന്നാൽ നോക്കൂ, ഇവിടെ കോൾ സെല്ലേഴ്സ് ഇവിടെ 13,78,000 ആണ് എങ്കിൽ പുട്ട് സെല്ലേഴ്സ് 12,60,000 ഉണ്ട്. അപ്പോൾ ഒരു ടൈറ്റ് റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന ആ ഒരു ഇൻഡിസിഷൻ ഒരു രീതി ഇവിടെ നിലനിൽക്കുന്നു. മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്ന രീതി തീർച്ചയായിട്ടും FIS ഇവിടേക്ക് തിരികെ വന്ന ശേഷം, അവധിയൊക്കെ കഴിഞ്ഞ് തിരികെ വന്ന ശേഷം അവർ തീരുമാനിക്കും ഇനി മാർക്കറ്റ് എങ്ങോട്ട് കൊണ്ടുപോകണം എന്നതാണ് സത്യം. നമുക്കിനി നേരെ പ്രധാനപ്പെട്ട ഇവന്റുകൾ വല്ലതും ഉണ്ടോ നോക്കാം. നമുക്ക് അടുത്ത ആഴ്ച എടുത്തു പറയുന്ന ഇവന്റുകളൊന്നും പ്രത്യേകിച്ചില്ല എന്ന് പറയാം. കാരണം ഇനി ഉള്ളത് എന്താണ്? ജനുവരി 9 വരുന്ന FOMC മിനിറ്റ്സ്, USന്റെ FOMC മിനിറ്റ്സ് ഉണ്ട് എന്നത് കാര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്നത്. ബാക്കിയുള്ള ഇവന്റുകൾ എല്ലാ ഇവന്റുകളും നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പ്രധാനപ്പെട്ട ഇവന്റ് നിങ്ങൾക്ക് നോക്കാവുന്നത് ജനുവരി 9 USന്റെ FOMC മിനിറ്റ്സ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പൊസിഷനൊക്കെ അതേ രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാനായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ OA ബിൽഡപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ശരിക്കും OA ബിൽഡപ്പ് ഒരു ബുള്ളിഷ് രീതിയിലേക്ക് മാർക്കറ്റ് വരുന്നതായിട്ട് ഇവിടെ OA ബിൽഡപ്പ് കാണുന്നുണ്ട്, അല്ലേ? പക്ഷേ ഓവറോൾ ഡേറ്റയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നെഗറ്റീവ് രീതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചിൽ നിന്നുകൊണ്ട് ഇൻഡിസിഷൻ എന്ന രീതിയാണ് ഇവിടെ OA ബിൽഡപ്പ് കാണിക്കുന്നത്. ശരിയാണ്, PCR 0.9 ആണ്. അതുപോലെ തന്നെ ഇവിടെ അറ്റമണിയിലുള്ള PCR 1 എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ബുള്ളിഷ് രീതി തന്നെയാണ് മാർക്കറ്റിൽ. പക്ഷേ ഓവറോൾ മറ്റു ഡേറ്റകൾ നോക്കുമ്പോൾ എന്താണ് ഒരു ബെയറിഷ് രീതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ ആണ്. മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആണോ ബ്രേക്ക് ഔട്ട് ആണോ എന്ന് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെ സാരം. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ കോൾ സെല്ലേഴ്സും പുട്ട് സെല്ലേഴ്സും ഒരേ രീതിയിൽ തന്നെ കയറുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മുകളിൽ 24,000 ആയിക്കോട്ടെ, താഴേക്ക് വന്നാൽ 23,800 ആയിക്കോട്ടെ, ഈ റേഞ്ചിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ കോൾ സെല്ലേഴ്സും പുട്ട് സെല്ലേഴ്സും ഒരേ രീതിയിൽ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു രീതിയാണ് കാണുകയും ചെയ്യുന്നത്. നമുക്കിനി ഇൻഡെക്സ് ഓപ്ഷനിൽ FISന്റെ ഒരു സ്വഭാവം എന്താണെന്ന് നോക്കാം. FISന്റെ ഒരു സ്വഭാവം എന്നാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി അവർ അവധിയാണ്. ഇവിടെ നോക്കൂ, കോൾ അവർ ബൈ ചെയ്തേക്കുന്നത് 48,000 കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പുട്ട് അവർ ഇവിടെ ബൈ ചെയ്തിരിക്കുന്നത് 3,00,000 സംതിങ് ആണെന്ന് കാണാൻ സാധിക്കും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡേറ്റ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം അവർ വലിയ രീതിയിൽ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ മാറ്റങ്ങൾ, വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഇവിടെ ഇൻഡെക്സ് ഓപ്ഷനിൽ അവർ നടത്തിയിരിക്കുന്നത്. നിലവിലുള്ള കണ്ടീഷനിൽ അതേ രീതിയിൽ തുടരുന്നു, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആ ഒരു ചെറിയ ബെയറിഷ്നെസ് എന്ന രീതി തന്നെ കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നു. ഇനി പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രോസ് പക്ഷേ ഇവിടെ നോക്കൂ, 1,00,000 കോൾ സെല്ല് ചെയ്തിട്ടുണ്ട്, അത് ബെയറിഷ് ആണ്. പുട്ട് അവർ ബൈയും ചെയ്തിട്ടുണ്ട്. എന്താണത്?
തീർച്ചയായിട്ടും അത് ഒരു ബെയറിഷ് ആണെന്ന് കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും പ്രോസിന്റെ കേസിൽ അത് ബെയറിഷ് ആണ്. അതുപോലെ തന്നെ FIAസിന്റെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. പക്ഷേ അത് അതേ രീതിയിൽ അവർ ബെയറിഷ് രീതിയിൽ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലയന്റിന്റെ കേസ് എടുത്ത് നോക്കാം. കാൾ അവർ ബൈ ചെയ്തേക്കുന്നത് 59,000 മാത്രമാണെങ്കിൽ പുട്ട് ഇവരിവിടെ സെല്ല് ചെയ്തിരിക്കുന്നത് 6 ലക്ഷത്തിന് പുറത്തും ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവർക്ക് അഗൻസ്റ്റ് ആയിരിക്കും എപ്പോഴും മാർക്കറ്റ് പോകുക എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അവരൊരു ബുള്ളിഷ് ആണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രോസും FIAസും ഇവിടെ സെല്ലിംഗ് രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും മാർക്കറ്റിനെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഡേറ്റകൾ കഥ പറയുന്നത് മാർക്കറ്റ് ഒരു ബെയറിഷ് രീതി തന്നെ നിലനിർത്തി പോവുകയാണ്. പക്ഷേ ഒരു ടൈറ്റ് റേഞ്ച് ആണ്. അത് വെയിറ്റ് ചെയ്യുന്ന ആരെയാണ്? FIAs അവധി കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ് മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നത്. അത് വെയിറ്റ് ചെയ്ത ശേഷം എവിടേക്ക് മാർക്കറ്റ് പോകുമെന്ന് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുവരെ നിലവിലുള്ള ഡേറ്റ കാണിക്കുന്നത് മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുമാണ് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ക്യാഷ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. കണ്ടില്ലേ, FIAs തുടർച്ചയായിട്ട് തന്നെ സെല്ലിങ്ങിലേക്ക് തന്നെ കൊണ്ടിരിക്കുകയാണ്. യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ അവരെന്നാണ് തിരിച്ച് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നത് എന്നാണ് വളരെ പ്രധാനം. പക്ഷേ ഒരു വിധമൊക്കെ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചിരുന്ന നേരത്തെ പറയുന്നത് പോലെ തന്നെ DIs ആണെന്ന് കാണുവാൻ സാധിക്കും. പക്ഷേ അത് കാര്യമില്ല. FIAs എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ് സാധാരണക്കാരായ ആളുകളും മുന്നോട്ട് പോകുന്നത്. FIAs സെല്ല് ചെയ്താൽ അവരും പയനിക്കായിട്ട് കൂടുതൽ സെല്ല് ചെയ്യുന്നു, മാർക്കറ്റ് താഴേക്ക് വീഴുന്നു. ഇനി FIAs ബൈ ചെയ്ത് കഴിഞ്ഞാലോ അവർ പെട്ടെന്ന് മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയും സാധാരണക്കാർ കൂടുതൽ സ്റ്റോക്കുകൾ വാങ്ങാൻ ശ്രമിക്കുകയും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ FIAസിന് കൂടെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവം എന്താണെന്ന് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ഫ്യൂച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരല്പം വിഷമിപ്പിക്കുന്ന രീതിയാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ FIAs അവരുടെ സെല്ലിംഗ് രീതി വളരെ കൂട്ടിയിരിക്കുന്നു. മുൻ ദിവസങ്ങളിലുള്ള രീതിയേക്കാൾ വളരെയധികം FIAs അവരുടെ സെല്ലിംഗ് കൂട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ അത് അത്ര ശുഭകരമായിട്ടുള്ള രീതിയല്ല. പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസ് അതേ രീതിയിൽ തന്നെ സെല്ലിംഗ് തുടരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ക്ലയന്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലയന്റ് ആൾവേസ് ബുള്ളിഷ് ആണെന്ന് കാണാൻ സാധിക്കും. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റകൾ കഥ പറയുന്നത് മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഡേറ്റകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരണമെങ്കിൽ വളരെ നല്ല ന്യൂസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും FIAs ഒന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുകയും മാർക്കറ്റ് റിക്കവർ ആവാൻ ശ്രമിക്കുകയും ചെയ്യും. അല്ലാതെ നിലവിൽ യാതൊരു കാര്യങ്ങളും പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. നമ്മുടെ മാർക്കറ്റ് ശക്തമായ ഒരു ബുള്ളിഷിലേക്ക് നീങ്ങുമെന്ന്. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, മാർക്കറ്റിൽ പുതുതായിട്ട് വന്ന ലോഡ് സൈസിലുള്ള ആ ഒരു ഡിഫറൻറ്റ് എന്നത് മാർക്കറ്റിനെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നത് നമുക്കിനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കും. കാരണം FIAസിന്റെ തിരിച്ചുവരവോടുകൂടി മാർക്കറ്റിൽ വോളറ്റിലിറ്റി കുറയുകയാണോ കൂടുകയാണോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ മാർക്കറ്റിന്റെ കഴിഞ്ഞ ആഴ്ച സ്വഭാവം ഇനി വരുന്ന ആഴ്ച മാർക്കറ്റ് എങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആഴ്ച, അടുത്ത ശനിയാഴ്ച നമുക്ക് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കാണാം. അതിന് മുന്നേ നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ന്യൂസ് സെബിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് സംബന്ധമായ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശനിയും ഞായറും അവധി ദിവസമാണ്. എല്ലാവരും എൻജോയ് ചെയ്യുക. അതിനുശേഷം വരുന്ന അടുത്ത ആഴ്ച എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.